ഈ എല്ലാ പ്രാവശ്യത്തിനും ക്യാപ്സ്യൂൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയാണ്. ഇതിനൊരു PR ടീമുണ്ട്. ഇപ്പൊ ഒരു ജയകുമാർ എന്ന് പറയുന്ന മാന്യനെ കൊണ്ടുവന്ന് ഇവിടെ ഒന്നും നടക്കുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് പറയിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മളെ കണ്ണിൽ പൊടിയിടാനാണ് ഈ മനുഷ്യൻ അവിടെ കയറിയിരിക്കുന്നത്. ഭഗവാൻ എന്തിന് പാറാവ്, ഭഗവാന് ശ്രദ്ധിക്കാൻ ഭഗവാൻ അറിയാം എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായിട്ട്. പിന്നെ കേരളം മൊത്തം പ്രക്ഷോഭം നടത്തിയപ്പോഴാണ് സ്റ്റീഫൻ ഈ നെയ്യാറ്റിൻകരയുള്ള ഒരു സ്റ്റീഫനെ പിടിച്ചതും ഏറ്റുമാനൂരപ്പനെ അയാളെ പീഡത്തോടു കൂടിയാണ് എടുത്തോണ്ട് പോയത്. ഇതാ ഇപ്പൊ 3-4 അഴിഞ്ഞാട്ടക്കാരികൾ അതിനകത്ത് അരവണ പ്ലാന്റിന് അടിയിൽ കൂടി, ഉണ്ണിയപ്പ പ്ലാന്റിന് അടിയിൽ കൂടി ഈ രഹന ഫാത്തിമ ചെയ്തത് നമുക്കറിയാം. നഗ്നായിട്ട് കിടന്നിട്ട് സ്വന്തം മോനെ കൊണ്ട് അവരുടെ, എനിക്ക് ആർത്തവം വരെയാണെങ്കിൽ ഞാൻ പാടും കൂടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ അമ്പലത്തിലാണ് ഹിന്ദുക്കളായിട്ടുള്ളവർ ഇതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ കേരളം നിന്ന് കത്തുമായിരുന്നു. സാർ, ഇപ്പോൾ മണ്ഡലകാലം തുടങ്ങി കഴിഞ്ഞപ്പോൾ അയ്യപ്പന്മാർ ഏറ്റവും കൂടുതൽ വേദന സഹിക്കുന്ന ഒരു കാലമായിരിക്കുകയാണത്. മുമ്പ് ഒന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള തിരക്കാണ്. അത് മാത്രമല്ല, വേണ്ട വിധത്തിൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ശബരിമലയിൽ പിണറായി സർക്കാർ ഒന്നും തന്നെ ചെയ്യാത്തൊരവസ്ഥ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണെങ്കിലും കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ അധികാരത്തിലേക്കിട്ട്. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു അവസ്ഥ കണ്ടിട്ട്? ഈ അവസ്ഥ എന്ന് പറയുന്നത് ഇത് വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു കാര്യമാണ്. ഇതൊരു ക്യാപ്സ്യൂളാണ്. കാരണം ഇപ്പൊ മൊത്തം ഈ സർക്കാരിന്റെ അഴിമതി കൊണ്ട് എല്ലാവരും പൊറുതിമുട്ടിയ പ്രളയ ഫണ്ട്, ഇതുപോലെ ഹരിജന ഫണ്ട്, ഇങ്ങനെ ക്ഷേമനിധി ഫണ്ട്, ഇതുപോലെ ധാരാളം ഫണ്ടുകൾ ഭഗവാന്റെ ചെലവാക്കി ഇതെല്ലാം അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളെ പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു അടവ് നയമാണ് ഈ സംഭവം. എന്താ, ഇവര് കംപ്ലീറ്റ് സംവിധാനങ്ങളെ കൊളാപ്സ് ചെയ്ത് ഇതിൽ കുറെ പേര് മരിക്കുകയാണെങ്കിൽ ചാനലുകൾ മൊത്തം ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരെ ഈ മരണത്തിനെയും ഈ ഇവിടുത്തെ ഘടകാര്യസ്ഥതയെയും ഇവിടെ വ്യവസ്ഥകേടിനെയും കുറിച്ച് ഇവർ ഗംഭീരമായിട്ട് ചാനലുകൾ മൊത്തം കാണിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള അഴിമതി ഇതിനെ കുറിച്ച് ജനം മറക്കും. അപ്പൊ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ എല്ലാ പ്രാവശ്യത്തിനും ക്യാപ്സ്യൂൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയാണ്. ഇതിനൊരു PR ടീമുണ്ട്. അവര് പറയും അവിടെ ഒന്നും ചെയ്യണ്ട, കുറെ എണ്ണം ശ്വാസം മുട്ടി മരിക്കട്ടെ, പിന്നെ മരിച്ചവന്റെ പടവും അവന്റെ പ്രാതം എടുക്കല്, അവനൊരു ഫണ്ട് ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ വാക്കിനിടും പോലെ കൊടുത്ത് ആൾക്കാർ മൊത്തം അതോടുകൂടി തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് യഥാർത്ഥ വിഷയം ആരും ചർച്ച ചെയ്യാതെ പോകും. ഇതിനു വേണ്ടിയിട്ടാണ് ഇവര് മനഃപൂർവ്വം അവിടെ ഒരു സംവിധാനവും ചെയ്യാതെ ഇട്ടിരിക്കുന്നത്. ഇതിനിപ്പോ ഒരു ആൾക്കാരെ കണ്ണിൽ പൊടിയിടാനാണ് ഈ ജയകുമാറിനെ കൊണ്ടുവന്നേക്കുന്നത്. എന്നുവെച്ചാൽ ഇവർ ഇത്രയും ദിവസം രാഷ്ട്രീയക്കാർക്കാണ് ഇത് കൊടുത്തോണ്ടിരുന്നത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം. ഇപ്പൊ ഒരു ജയകുമാർ എന്ന് പറയുന്ന മാന്യനെ കൊണ്ടുവന്ന് ഇവിടെ ഒന്നും നടക്കുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് പറയിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മളെ കണ്ണിൽ പൊടിയിടാനാണ് ഈ മനുഷ്യൻ അവിടെ കയറിയിരിക്കുന്നത്. അത് അവരെന്ത് പറയുന്നോ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു PR വർക്കാണ്. അയാളും ഒരു PR വർക്കിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതുപോലുള്ള നമ്പറുകൾ പല സ്ഥലത്ത് ഇനി ഉണ്ടാവും. അതിന് അയ്യപ്പനെ കരുവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വാസുവിന്റെ സംഭവം ശരിക്കും അത് മുടങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം വാസുവിനെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം അതിനെ താഴെ തട്ടിലേക്ക് എത്തിച്ചിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ഒരു മാർഗം തന്നെയല്ലേ അയ്യപ്പന്മാരെ ദ്രോഹിച്ചുകൊണ്ട് പിണറായി സർക്കാർ ചെയ്തോണ്ടിരിക്കുന്നത്? അല്ല, ഈ വാസു എന്ന് പറയുന്ന ആള് കള്ളനാണ്. എന്തെന്ന് വെച്ചാൽ ഈ വാസുവിന്റെ വീട്ടുപടിക്കല് ഇതിനു മുമ്പേ ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതി, വിശ്വ ഹിന്ദു പരിഷത്തും പേട്ടയിലാണ് ഇയാളുടെ വീട്. അവിടെ ഒരു വലിയ ധർണ നടത്തിയിരുന്നു. അവിടെ വലിയ പോലീസ് സെക്യൂരിറ്റി ഒക്കെ കൊടുത്ത് ഈ വാസുവിനെ അന്ന് പ്രൊട്ടക്ട് ചെയ്തിരുന്നു. പല സമയത്ത് ഈ വാസുവിനെതിരെ ധാരാളം അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ അഴിമതി ഒന്നും ഒരു വിഷയമല്ല. കാരണം അവരിപ്പോ പറയുന്ന ഒരു ഭാഷ സഖാക്കളുടെ സംസാരിച്ചാൽ അവര് പറയും, ദൈവത്തിനെതിരാണ് സ്വർണം, ദൈവത്തിനെതിരാണ് പണം, ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ എടുത്തോണ്ട് പോകുന്നു. അപ്പൊ ദൈവത്തിന് ആവശ്യമില്ലാത്തൊക്കെ എടുത്തോണ്ട് പോകാനാണ് ഇവരവിടെ ഇരിക്കുന്നതെന്ന് നമ്മൾ ധരിച്ചോളും. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഇതൊന്നും ആരും ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല, ജനങ്ങൾ കൊണ്ടിടുന്നു. ഇതിന്റെ അവകാശി സർക്കാരാണ്. അവകാശി സർക്കാരാകുമ്പോ സർക്കാർ അവരിപ്പോ ഗുരുവായൂരിൽ തന്നെയാണ് നടക്കുന്നത്. ഗുരുവായൂരിലെ കോടിക്കണക്കിന് രൂപ ഭഗവാൻ ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് സ്വർണ്ണ ലോക്കറ്റ് അടിച്ചപ്പോ അത് മാറ്റ് കുറഞ്ഞാണെന്ന് പറഞ്ഞു. ഇവര് തന്നെ കുറെ ലോക്കറ്റ് പെട്ടെന്ന് അടിച്ചിട്ട് 24 കാരറ്റിലുള്ളതാണെന്ന് പറഞ്ഞ് കാണിച്ചത്. 18 കാരറ്റാണ് ആദ്യം കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഇവര് കള്ളമായിട്ട് കുറെ ലോക്കറ്റ് പെട്ടെന്ന് അടിച്ച് കുറെ ഇവരെ ആൾക്കാരെ കൂടെ ഞങ്ങൾ വാങ്ങിച്ചത് 24 കാരറ്റിന്റെ ലോക്കറ്റ് ആണെന്ന് പറഞ്ഞ് എല്ലാരെയും കൊണ്ട് കാണിച്ചു. ജനമല്ല അത് വിശ്വസിച്ചു.
യഥാർത്ഥത്തിൽ 10,000 ലോക്കറ്റ് അവര് 18 കാരറ്റ് വിറ്റിട്ട് 10 ലോക്കറ്റാണ് ഇവര് 24 അടിച്ചത്. അപ്പൊ ഇതൊരു ഒരു ഒരു മൊത്തത്തിൽ ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും ശബരിമല മാത്രമാണ് നമ്മൾ അറിയുന്നത്. കേരളത്തിലെ ഏറ്റുമാനൂരപ്പനെ അടിച്ചുകൊണ്ട് പോയി. അന്ന് ടി കെ രാമകൃഷ്ണനാണ് ഈ മന്ത്രി, ഇതിന്റെ ദേവസ്വം കൂടെ കൈകാര്യം ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ദൈവത്തിന്റെ കാവലൊന്നും ശരിയില്ല, സെക്യൂരിറ്റി പോരാ, ഭഗവാൻ എന്തിന് പാറാവ്, ഭഗവാന് ശ്രദ്ധിക്കാൻ ഭഗവാൻ അറിയാം എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായിട്ട്. പിന്നെ കേരളം മൊത്തം പ്രക്ഷോഭം നടത്തിയപ്പോഴാണ് സ്റ്റീഫൻ എന്ന്, ഈ നെയ്യാറ്റിൻകരയുള്ള ഒരു സ്റ്റീഫനെ പിടിച്ചതും ഏറ്റുമാനൂരപ്പനെ അയാളെ പീഡത്തോടു കൂടിയാണ് എടുത്തോണ്ട് പോയത്. പിന്നെ ഇവിടെ അറുത്ത് അയാളെ ഒരു കുട്ടിയുടെ പേപ്പർ കൈ കിട്ടി, സ്കൂൾ പേപ്പർ, അതിലൂടെയാണ് സ്റ്റീഫനെ പിടിക്കുന്നത്. ഈ തരത്തില് വളരെ നിസ്സാരമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. കാരണം ഈ ഹിന്ദുവിനെ വിഘടിച്ച് നിർത്തി, ജാതികളായിട്ട് വിഘടിച്ച് നിർത്തി ഈ SNDP NSS ആദ്യം ഈ വെള്ളാപ്പള്ളി നടേശനെ ഈ മതിൽ കെട്ടാൻ വിളിക്കുമ്പോ സ്ത്രീ ശാക്തീകരണ മതിലെന്ന് പറഞ്ഞാണ് വെള്ളാപ്പള്ളി നടേശനെയും ഭാര്യയും വിളിച്ചത്. ഇവര് ഈ മതിൽ കെട്ടുന്നതിന്റെ ഒരാഴ്ച മുമ്പേ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇത് സ്ത്രീ ശാക്തീകരണ മതിലല്ല, ഇത് സ്ത്രീ പ്രവേശനത്തിലുള്ള മതിൽ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴും ഈ വെള്ളാപ്പള്ളി നടേശനുമായ ഈ പനങ്ങ തലേ ആ ഒരാഴ്ച അവന്റെ ഭാര്യയെ വിളിച്ചോണ്ട് മതിൽ കെട്ടാൻ കൂടെ പോയി. അപ്പൊ അയാള് പറഞ്ഞു, എന്നെ പറ്റിച്ചു, അവര് ശാക്തീകരണ മതിലെന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അപ്പം മതിൽ കെട്ട സ്ത്രീ പ്രവേശന മതിലാണെന്ന് പറയുമ്പോ ഇയാള് പോകാതിരിക്കണ്ടേ? അതല്ലേ അന്തസ്. ഈ രണ്ടിനും ഞാൻ പറഞ്ഞ എലിയും വേറെ എന്തോ ഒന്നും തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലാണ് ഈ സമുദായത്തിന് മൊത്തം കയ്യിൽ വെച്ചേക്കുന്നത്. സ്ത്രീ പ്രവേശന മതിലാണെന്നൊരു ഭാര്യ അയാളും കൂടെ അത് വാക്കൗട്ട് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ആ പരിപാടി ഒന്നും മാറണ്ടേ? മാറിയില്ല. ഇത്തവണ ഇതൊരു പകർച്ചവ്യാധി പോലെ ഇപ്പൊ NSS കൂടെ ചേർന്നു. അവര് പണ്ട് ഇതിനെതിരെ ഭയങ്കര ജാഥ നടത്തിയവരാണ്. അവര് സ്ത്രീകളെയൊക്കെ വിളിച്ചു വരും. ഇപ്പൊ ഒറ്റയ്ക്ക് സുകുമാരൻ നായർ പോയി അവിടെ സറണ്ടറായി. ലക്ഷക്കണക്കിന് നായർ കരയോഗത്തിലുള്ള അമ്മമാരെയും കരയോഗ അംഗങ്ങളെ എല്ലാം വിഡ്ഢികളായിക്കൊണ്ട് ഈ മനുഷ്യന്റെ സ്വന്തം താല്പര്യപ്രകാരം ഇയാള് അവിടെ പിണറായി വിളിച്ച സ്ഥലത്ത് പോയി. അദ്ദേഹം പറഞ്ഞു, അയ്യപ്പന് വാഴ്ത്താനുള്ളതാണ്. ആ പരസ്യ ബോർഡിലൊന്നും അയ്യപ്പനെ കാണാനില്ല. വെറും പിണറായി വിജയന്റെ ഒരു PR വർക്കാണ്. ഹിന്ദുക്കളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു PR വർക്കായിരുന്നു ഈ അയ്യപ്പ സംഗമം. അതിലാരുമില്ല, പങ്കെടുത്തില്ല. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് അതിൽ സംഭവിച്ചത്. അയ്യപ്പൻ എന്ന് പറയുന്നത് അപ്പൻ, 5ന്റെ അപ്പൻ. 5 എന്ന് പറഞ്ഞ പഞ്ച ഇന്ദ്രിയങ്ങളാണ്. 5 ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തി നിത്യ ബ്രഹ്മചാരിയായിരിക്കുന്ന ഒരു ദൈവം ഹിന്ദുക്കളിൽ വേറെ ഇല്ല. അയ്യപ്പൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ദൈവങ്ങളെല്ലാം കല്യാണം കഴിച്ചവരാണ്. ബ്രഹ്മചാരിയായിരിക്കുന്ന അയ്യപ്പൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ പ്രതിഷ്ഠയ്ക്കും ആ ദൈവത്തിനും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശക്തി അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തുള്ള മുഴുവൻ പേരും ഓരോ സീസണിൽ വരുന്ന കേരളത്തിലെ ജനസംഖ്യയെക്കാൾ കൂടുതൽ ആൾക്കാരാണ് ഈ ഒരു സീസണിൽ വന്നു പോകുന്നത്. ഇത്രയും ശക്തിയുള്ള ഒരു ക്ഷേത്രം മാത്രം മതി ഈ സ്റ്റേറ്റിന്റെ മൊത്തം വരുമാന സ്രോതസ് വർദ്ധിപ്പിക്കാൻ. ഇവര് ട്രാൻസ്പോർട്ടിൽ കൊള്ളയടിക്കുന്നു, അവിടുത്തെ ആഹാര സാധനത്തിൽ കൊള്ളയടിക്കുന്നു. അന്നദാനം ചെയ്യാൻ വരുന്നവരെ അവര് പ്രത്യേക ലൈസൻസ് വേണം. അന്നദാനം ചെയ്യാൻ സർക്കാരിന് പൈസ അടയ്ക്കണം. നമ്മൾ ആഹാരം കൊടുത്ത് പൈസയും കൊടുക്കണം. അപ്പൊ ഒരാൾ 10,000 പേർക്ക് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാല് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ 3-4 അഴിഞ്ഞാട്ടക്കാരികൾ അതിനകത്ത് അരവണ പ്ലാന്റിന് അടിയിൽ കൂടി, ഉണ്ണിയപ്പ പ്ലാന്റിന് അടിയിൽ കൂടി ഈ രഹന ഫാത്തിമ ചെയ്തത് നമുക്കറിയാം. നഗ്നായിട്ട് കിടന്നിട്ട് സ്വന്തം മോനെ കൊണ്ട് അവരുടെ ശരീരഭാഗത്തെല്ലാം പെയിന്റിങ് നടത്തി അത് വീഡിയോ എടുത്തിട്ടവളാണ് രഹന ഫാത്തിമ. എനിക്ക് ആർത്തവം വരെയാണെങ്കിൽ ഞാൻ പാടും കൂടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ അമ്പലത്തിലാണ് ഹിന്ദുക്കളായിട്ടുള്ളവർ ഇതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ കേരളം നിന്ന് കത്തുമായിരുന്നു. ഈ വേശ്യകളൊക്കെ പ്രവേശിപ്പിക്കാനാണ് അവരിരിക്കുന്നത്. ആർത്തവം ഒരു പരിപാടി വെച്ചിരുന്നു. ആർത്തവം ഒരു യോനിയുടെ രീതിയിലാണ് ആർച്ച് കെട്ടിയിരുന്നത്. പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബോർഡ് നാട് നീളം വെച്ചു. അവസാനം ആര് പറഞ്ഞു, സാറ് നിങ്ങൾ ഈ പെണ്ണുങ്ങളുടെ യോനിരകത്തൂടെയാണ് സാറ് അകത്ത് പോവേണ്ടത്. തന്നെ അത് എനിക്ക് അറിഞ്ഞൂടെ, അപ്പൊ ഞാൻ പോണില്ല. അയാൾ പോയില്ല. അപ്പൊ ഇത്ര എന്ത് വൃത്തിയാണ് കാണിച്ചാലും അതിനൊരു താത്വികമായിട്ടുള്ള വിശകലനം കൊടുത്തുകൊണ്ട് ഇവരതിനെ ന്യായീകരണ തൊഴിലാളികളായിട്ട് നിൽക്കുന്നുണ്ട്. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇതുകൊണ്ട് സംഭവിക്കാൻ പോണത് ത്രിപുരയിലും ബംഗാളിലും
ഇപ്പൊ ബാലൻ പറഞ്ഞ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ചിഹ്നമായിട്ട് കിട്ടും നമ്മളെല്ലാം പ്രവർത്തിച്ചില്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ബാലനെ കാണാനില്ല. ഇവര് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഇന്നൊരു കൗൺസിലറായിട്ട് നിന്ന് അവർക്ക് അടി കിട്ടും. ജനങ്ങൾ പട്ടിയടിക്കും പോലെ അവനെ അടിക്കും. ഇത് കേരളത്തിൽ അവിടെ 35 കൊല്ലം കൊണ്ട് ബംഗാളിൽ ഇവര് ഈ ഒരു സംവിധാനം തകർന്ന് തരിപ്പണമായി എങ്കിൽ ത്രിപുരയിൽ 25 വർഷം വേണ്ടി വന്നു. കേരളത്തിൽ 15 കൊല്ലം കൊണ്ട് ഈ പാർട്ടി ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇവരൊരു ചെങ്കോടി ഇവിടെ പൊക്കാൻ പറ്റില്ല, ഇവന്മാർ റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഈ പാർട്ടിക്ക് ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും.